എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചിങ്ങം 1 മലയാള വർഷ ആരംഭമാണ്. അതിനോടുകൂടി ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു പുതിയ നൂറ്റാണ്ട് തുടങ്ങിയ ഇന്നലെ 1199, ഇന്ന് മുതൽ 1200 മലയാള വർഷം. അപ്പോൾ എല്ലാവർക്കും ഒരു വത്സര ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഇന്നൊരു കർഷക ദിനമാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് കർഷക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും കർഷക ദിനാശംസകൾ. ഞാൻ എന്തായാലും ഇന്ന് കുറച്ച് കശുമാവിൻ തൈ ഇവിടെ നടാൻ തീരുമാനിച്ചു. നമ്മൾ ഈ സാധാരണ ഇടത്തട്ടുകാർ കർഷകർക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനത്തിന് ആദായമായി വില കുറഞ്ഞാൽ ആ സാധനം നമ്മൾ വെട്ടി നശിപ്പിച്ച് കളയും. അടുത്ത എന്തെങ്കിലും സാധനങ്ങൾ വയ്ക്കും. അപ്പോഴത്തേക്ക് അതിൻ്റെ വില പോകും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഇടത്തട്ട് കർഷകരെ സംബന്ധിച്ച് അവന് സമ്മിശ്ര കൃഷിയായിരിക്കും എപ്പോഴും മെച്ചം എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് കരുതേ മുകളിൽ കുറേ കശുമാവുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നല്ല മഴക്കാലമായിരിക്കുമ്പോഴത്തേന് ആദായം കിട്ടാൻ തുടങ്ങുമ്പോൾ കണ്ടിക്ക് വിലയില്ല. ഇത് കറുത്തു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഗ്രാഫ്റ്റ് തൈയാണ് വെച്ചിരിക്കുന്നത്. അതും ഒരു പരീക്ഷണമാണ്. ഇപ്പോൾ ഇത് മൊത്തം റബ്ബർ വെട്ടിയിറങ്ങിപ്പോയ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം മൊത്തം പ്ലാവും തൈ, അതുപോലെ തെങ്ങും തൈ, അങ്ങനെയുള്ള വാഴ എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ നമ്മുടെ ഇവിടെ ഒരു കാലത്ത് അതിഭീകരമായിട്ട് കൃഷി ചെയ്തിരുന്ന സാധനമാണ് വാനില. ഇപ്പോൾ എനിക്ക് അടുത്തിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഒരു 100 ചോട്ട് വാനില തന്നു. അപ്പോൾ ഞാൻ ആ വാനില ഇങ്ങനെ നട്ടു വെച്ചിരിക്കുകയാണ്. അത് ഇങ്ങനെ മുള ആയി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലത്ത് നല്ല വിലയുണ്ടായിരുന്ന സമയത്ത് ആൾക്കാർ എല്ലാ ആദായങ്ങളും വെട്ടി നശിപ്പിച്ചിട്ട് വാനില തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാനിലയുടെ അവസ്ഥ ആർക്കും അറിയത്തില്ല. നല്ല വിലയുണ്ടെന്ന് ആൾക്കാർ പറയുന്നു, പക്ഷേ ആർക്കും ഇല്ല, ഒരു തൈ പോലും കിട്ടാനില്ല. അപ്പോൾ ഇത് ഈ നടുന്ന രീതികൾ ഞാൻ കുറേ കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നും കാണിച്ചു തരാം. ഞാൻ ഇതുകൊണ്ടോ വാനില ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ നടുന്നത് 1 മീറ്റർ 3/4 മീറ്റർ നീളത്തിന് വെച്ചിട്ട് ശീമക്കൊന്ന വെച്ചിട്ട് ഇവിടെ ഒരു കുഴിയെടുത്ത് ഒരു വശം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കാൻ പാകത്തിന് ബാക്കി മണ്ണിനിടയിലാക്കിയിട്ട് ഇത് ഈ തണ്ടയിലേക്ക് ചേർത്ത് കെട്ടിവെക്കുക. ചില ആളുകൾ ഇത് മണ്ണിൽ തൊടാതെ ഈ താങ്ങുമരം, ഇതിപ്പോൾ ഞാൻ ശീമക്കൊന്നയാണ് കൊടുത്തിരിക്കുന്നത്, ഈ താങ്ങുമരം കുഴിച്ചിട്ടിട്ട് ഇവിടുന്ന് ഒരു 4-5 ഇഞ്ച് പൊക്കി, ഇല്ല 5-6 ഇഞ്ച് പൊക്കിയിട്ട് ഈ മരത്തിൽ തന്നെ കെട്ടിവെച്ച് മണ്ണിൽ തൊടാതെ വെക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതിന് അഴുകൽ രോഗം, ചീക്ക് ഒന്നും ഉണ്ടാവില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് മുളച്ചു തുടങ്ങി അവകാശപ്പെടുന്നത്. എന്നിട്ട് നമ്മൾ ഈ വളമൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് മൊത്തം ജാതി വെച്ചൊക്കെ ഇല്ലല്ലേ, ജാതിയുടെ ഇടയ്ക്ക്. അപ്പോൾ ജാതി വളർന്നു വന്നാലും ഇതിന് ഒരു അത്യാവശ്യം ഒരു തണലും കിട്ടും, ഒരു ഷെയ്ഡ് കിട്ടും. ജാതി വർഷങ്ങളും എടുക്കുമല്ലോ, ആ സമയത്തേക്ക് ഇതിൻ്റെ ആദായമായിട്ട് തീരും. അപ്പം അങ്ങനെ ഒരു സമ്മിശ്രമായ കൃഷി രീതിയാണ് കർഷകർക്ക് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ കർഷകരായിട്ടുള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കുക, ചെയ്യാൻ ശ്രമിക്കുക. സ്വയമുള്ള സ്ഥലത്ത് മാക്സിമം സ്ഥലം വേസ്റ്റ് ഇടാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഇതിനകത്ത് പ്ലാവ്, ജാതി, വാഴ, വാനില, തെങ്ങ്, അങ്ങനെ വിവിധ സാധനങ്ങൾ, കശുമാവ് മുതൽ എല്ലാ ഒരുപാട് സാധനങ്ങളില്ല, കൊക്കോ, ഏലം, ഈ താഴെ ഭാഗത്തേക്കൊക്കെ ഏലമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ചെയ്യുക. അപ്പോൾ അങ്ങനെ എല്ലാവരും മാക്സിമം സ്ഥലമുള്ള സ്ഥലങ്ങളിൽ മാക്സിമം കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വാനില ബാക്കി നടന്ന രീതികൾ ഞാൻ പുറകെ കാണിച്ചു തരാം.
മേലെ ഇപ്പുറത്തേക്ക് വിടുന്നോ? മടങ്ങിയിരിക്കുന്നതാണോ? കാര്യം എന്തൊക്കെയായാലും കർഷകൻ എത്ര ആത്മാർത്ഥമായിട്ട് ഏതെല്ലാം രീതിയിൽ പണിയെടുത്താലും ഈ കർഷകനെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിരിക്കുന്ന കുറേ വന്യജീവികളുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുപാട് വന്യജീവികളുടെ ശല്യമൊന്നുമില്ലെങ്കിൽ ഇവിടെ കാട്ടുകോഴി കണ്ടവാനുണ്ട്, ഒരു അണ്ണാൻ അധികമായിട്ടുണ്ട്. ഇതൊരു കൊക്കോയ, ഇതുണ്ടോ, നല്ല ഇനത്തിൽപ്പെട്ട ഒരു കൊക്കോയ. പക്ഷേ അത് നമുക്ക് നോക്കി കൊക്കയുടെ വീട്ടത്തിന് എല്ലാ ദിവസവും തുറക്കാൻ പറ്റുമോ? അത് നോക്കി നിന്നില്ലെങ്കിൽ ഇത് കണ്ടോ, അണ്ണാൻ ഇതുപോലെ തിന്നിട്ട് പോകും. അതിന് മുകളിൽ കണ്ടോ, അതെല്ലാം അണ്ണാൻ തിന്ന് നശിപ്പിച്ചിട്ട് പോകും. അപ്പോൾ ഈ അണ്ണാൻ, എലി ഉൾപ്പെടെയുള്ള എല്ലാ ഇവിടെ മയിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മയിൽ, അങ്ങനെ എല്ലാവിധ ഈ വന്യമൃഗങ്ങളും ഇല്ലെങ്കിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ജീവിക്കുന്ന വനത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ കൂട്ടത്തിലാണ് താമസിക്കുന്നത്. കുരങ്ങ് പോലെയുള്ള സാധനങ്ങൾ, ചില മേഖലയിൽ കുരങ്ങിൻ്റെ അതിഭീകരമായ ശല്യമുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കുക എന്നുള്ളൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി കാലാവസ്ഥ വ്യതിയാനം. ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തെക്കാൾ ഉപരി വന്യമൃഗങ്ങളുടെ ശല്യമാണ് പല മേഖലകളിലും. അപ്പോൾ ഈ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന കർഷകരെ രക്ഷിക്കാനായിട്ട്, ഇല്ലേ അവർക്ക് ഒരു കൈത്താങ്ങാകാനായിട്ട് ഈ വന്യമൃഗങ്ങളിൽ നിന്നുള്ള രക്ഷ, അവരിൽ നിന്നുള്ള പരിരക്ഷയ്ക്കുള്ളൊരു സംവിധാനവും കൂടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. അത് ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി കർഷക ദിനാശംസകൾ. നന്ദി, നമസ്കാരം.